ആലപ്പുഴയിൽ നിന്നും ഇടപ്പള്ളിയിലെ മകന്റെ വീട്ടിലേക്കെത്തിയ മോഹനൻ തിരികെ മടങ്ങും വഴിയാണ് മൂന്നംഗ സംഘം കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ചത്. ഇടപ്പള്ളി ജംഗ്ഷന് മുന്നിൽ വെച്ച് മോഹനനോട് കയ്യിൽ 1000 രൂപ തരാമെന്നും എന്നാൽ അത് തിരികെ ഗൂഗിൾ പേ ആയി നൽകാനും ആവശ്യപ്പെട്ടു. മനസ്സലിവ് തോന്നിയ മോഹനൻ മൂവർ സംഘത്തിന് മുന്നിൽ വെച്ച് പണം കൈമാറി. ഫോണിലെ പിൻ നമ്പർ അടിക്കുന്നത് പുറകിൽ നിന്ന് 2 പേർ കണ്ടു. ശേഷം തന്ത്രപൂർവ്വം മോഹനന്റെ കയ്യിൽ നിന്ന് ഫോൺ കൈക്കലാക്കി. 10,000 രൂപ ഇവരുടെ ഇതേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഫോൺ തിരികെ നൽകി. എൻ്റെ ഈ നമ്പർ കുറേ ചെക്ക് ചെയ്ത് ഞാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നേ ഇവരെടുത്ത് 10,000 ഞാൻ 10,000 എങ്ങനെ വന്നിട്ട് 1000 പോരുണ്ട്. അത് ഒരു 0 കൂടി അപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 10,000 പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 2 പേര് പൈസ വാങ്ങിയതിനും മറ്റേതിനും അവിടുന്ന് പോയി. പന്തികേട് തോന്നിയ മോഹനൻ ഫോൺ നോക്കിയപ്പോൾ പണം നഷ്ടമായത് മനസ്സിലായി. ഇതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്തുടർന്ന മോഹനൻ മലപ്പുറം സ്വദേശിയും മുഖ്യപ്രതിയുമായ ഫൈസലിനെ പിടികൂടി പോലീസിന് കൈമാറി. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന പൈസയിൽ കുറവ് വന്നപ്പോൾ ഇയാൾ വേഗം പറയൂ എൻ്റെ കയ്യിൽ പൈസ പോയിട്ടുണ്ടല്ലോ എന്ന് മെസ്സേജ് മനസ്സിലാക്കി ചോദിക്കുമ്പോൾ ഇവന്മാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. തൊട്ടടുത്ത ദിവസം മറ്റ് 2 പ്രതികളായ ആലുവ സ്വദേശി ഉമർ മുക്താർ, പെരുമ്പാവൂർ സ്വദേശി സബിത് എന്നിവരെ എളമക്കര പോലീസും കൈയോടെ പൊക്കി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.